ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് പൊതുവെ കേരളത്തിൽ നിന്നും പൊതുവെ കാണുന്ന ഒരു ട്രെൻഡാണ് പിള്ളേരെ എല്ലാം പഠിക്കാൻ സിറ്റിയിലേക്ക് വിടും. നമുക്കറിയാവുന്നതും അതേ ഉള്ളൂ, സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ. അപ്പം അവിടെ വന്നു കഴിയുമ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന യൂണിവേഴ്സിറ്റീസാണ് ആ 3 സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ 3 ക്യാപിറ്റൽ സിറ്റീസിലുള്ള. പക്ഷേ കുട്ടികൾക്ക് യാതൊരു പ്രയോജനമില്ല. അപ്പം ഞങ്ങൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും, ഏത് റീജിയണൽ സ്ഥലങ്ങളിലാണ് പോകേണ്ടത്, എവിടെയാണ് നിങ്ങൾ ഒക്കുപ്പേഷൻസ് ഡിമാൻഡുള്ളത്, നിങ്ങൾക്ക് PR പോകാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോഴും കൂടുതൽ നോ പറയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് ഇഷ്ടമില്ല. നമ്മൾ വരുന്നവരോടെല്ലാം നോ പറഞ്ഞിട്ട് അവർ തൊട്ടടുത്തുള്ള ഏജൻസി പോകുമ്പോൾ അവർ എസ് പറഞ്ഞെടുക്കും. പക്ഷേ 2 വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരും, ചേട്ടാ നിങ്ങൾ പറഞ്ഞ സത്യമായിരുന്നു, ഞങ്ങളുടെ പൈസ എല്ലാം പോയി, എങ്ങനെ ഹെൽപ്പ് ചെയ്യാമോ എന്നുള്ളത്. സോ ഞങ്ങൾ നോ പറയുന്നത് വളരെ റീസണബിളായിട്ടുള്ള നോയാണ്. കാരണം നമ്മളവരോട് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നോട് എൻ്റെ ഏതോ ഒരു സംസാരത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഇപ്പോഴത്തെ ഒരു പോക്കാണെങ്കിൽ അടുത്ത വർഷത്തോടുകൂടി 40% മലയാളി കുട്ടികളും ഓസ്ട്രേലിയ പഠിക്കാൻ പോയവർ PR ഇല്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് തുടങ്ങും. ദാറ്റ് ഈസ് എ റിയാലിറ്റി. ആൻഡ് ഈ വർഷം തന്നെ എൻ്റെ അറിവിൽ വളരെ കുട്ടികൾ റിട്ടേൺ ടു കേരള. ഇവിടുത്തെ ഏജൻസീസ് എല്ലാം പറയുന്നതാണ്, നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി കൊണ്ട് ഫീസ് അടയ്ക്കാം, അവിടെ ആപ്പിൾ പറിക്കാൻ പോയാൽ ഇത്ര രൂപ കിട്ടും. അതൊന്നും ഒട്ടും റിയാലിറ്റി അല്ല. നിങ്ങളിനി എത്ര അധികം ജോലി ചെയ്താലും നിങ്ങളുടെ അവിടെ അക്കോമഡേഷൻ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു നാടാണ് ഓസ്ട്രേലിയ. ഞാൻ കഴിഞ്ഞ ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞാണ്, ഇവിടെ ഇഷ്ടംപോലെ ട്രേഡേഴ്സുണ്ട്, പക്ഷേ അവർക്ക് ക്വാളിഫിക്കേഷനോ ഇംഗ്ലീഷ് ലാംഗ്വേജോ ഇല്ലാത്തതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. പണ്ടൊക്കെ മലയാളികൾ പാർട്ണർ വിസ അപ്ലൈ ചെയ്യുമ്പം റെഫ്യൂസലൊക്കെ വളരെ കുറവായിരുന്നു. ബട്ട് ഈ ഇടയായിട്ട് റെഫ്യൂസൽസ് കാണാറുണ്ട്. അത് അവരുടെ ശ്രദ്ധക്കുറവാണ്. ഇവർ ചോദിക്കുന്ന 4 തരത്തിലുള്ള 4 കോർ ഏരിയ നമ്മളവിടെ ഇത് പ്രൂവ് ചെയ്യണം. അങ്ങനെ കുറച്ച് 4 ഡിഫൈൻഡ് ഏരിയാസ് ഉണ്ട്. അത് പ്രോപ്പറായിട്ട് നമ്മൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഈ പാർട്ണർ വിസ പോലും റെഫ്യൂസ് ആവും. പറ്റിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഇവർ നമ്മുടെ അടുത്ത് വന്ന് പറയുക. അപ്പോൾ ഞാനിതൊക്കെ ജോലി ചെയ്യുന്നുണ്ടെന്ന് അവർക്കറിയാം, ഇത്ര ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. 3ാമത്തെ വിസയാണ് ഈ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് അവിടെ ജോലി തരാമെന്ന് പറഞ്ഞ ഒരു വലിയൊരു ഏജൻസി കേരളത്തിൽ തന്നെ ഉണ്ട്. അവർ തിരുവനന്തപുരം ബേസ്ഡാണ്, ഇവരിപ്പോഴും ഉണ്ട്. അപ്പം അവർ പല രീതിയിലും ആൾക്കാർ അവിടെ എത്തിച്ചിട്ട് ആദ്യം പറഞ്ഞ പോലെ ഈ അസൈലം വിസയിലേക്ക് കൊണ്ടുവരും. ഈ അസൈലം വിസയാണ് ഇപ്പോൾ ആ യൂറോപ്പിലെല്ലാം പ്രശ്നങ്ങളായിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ അവസാന നിമിഷമാണ് അവർ നമ്മളോട് പറയാറുള്ളത്. ആരെങ്കിലും ഡൽഹിയിലാണ് മെഡിക്കൽ എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ വിചാരിച്ചോണം തട്ടിപ്പാണ്. ഡൽഹി വരെ പാവങ്ങളെ പൈസ കൊടുത്ത് വിടുകയും ഏതെങ്കിലും ഒരു ചെറിയ ലാബിൽ അവരത് സെറ്റ് ചെയ്യുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഓസ്ട്രേലിയ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹമുള്ള പോപ്പുലേഷൻ എന്തും അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ പറ്റിക്കപ്പെടാനിരിക്കുന്നവർക്ക് അവരുടെ ഇടയിലേക്ക് എത്താം, പരസ്യം കണ്ട് ചെന്ന് അവരുടെ തട്ടിപ്പിൽ പെടാം. പക്ഷേ നിങ്ങളൊരു കൃത്യമായ റിസർച്ചോടുകൂടെ വരികയും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അംഗീകരിച്ച അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ലോ ഫേം വഴി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് കൃത്യമായി എത്തുകയും ചെയ്യും. ഞങ്ങളുടെ എല്ലാ സ്റ്റാഫും ഇന്ത്യൻ ഓഫീസിലുള്ളതാണെങ്കിലും എല്ലാവരും ലോ ക്വാളിഫിക്കേഷനുള്ള ഇവിടുത്തെ ലോയേഴ്സ് തന്നെയാണ്. ഇപ്പോഴും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയ ഒരു വലിയ രാജ്യമാണ്. ഇന്ത്യയുടെ 3 ഇരട്ടിയുണ്ട്. കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് പോപ്പുലേഷൻ ഇല്ലാതെ ആ രാജ്യം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ ധാതു ലവണങ്ങളുള്ള രാജ്യമാണ്. ഇന്ത്യക്ക് യുറേനിയം നൽകുന്നത്, കോള് നൽകുന്നത്, അദാനിക്ക് കോൾ മൈൻ പോലും ഓസ്ട്രേലിയയിലുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതുവരെ റിസോഴ്സ് യൂസ് ചെയ്യാത്ത ഒരു രാജ്യം കൂടിയാണ്. കാലാകാലങ്ങളായിട്ട് മൈഗ്രേഷനെ കുറിച്ച് ആളുകൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകണമെന്ന് പറയുമ്പോൾ പലരും എടുത്തു പറയുന്ന പേരുകളിലൊന്നാണ് ഓസ്ട്രേലിയ. ഒരു ഓസ്ട്രേലിയൻ PR, ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ്. കാരണം അത് ആ രാജ്യത്തിൻ്റെ ഭംഗി, അവിടെ കിട്ടുന്ന ജോലികളുടെ സാധ്യത, അതിനുശേഷമുള്ള അവരുടെ ഫ്യൂച്ചർ, അവരുടെ മക്കളുടെ ഫ്യൂച്ചർ, ഇതെല്ലാം ചേർത്ത് പറയുന്നതാണ്. പക്ഷേ ഈ പറയുന്ന അത്ര എളുപ്പമാണോ ഇത്? ഇനി അല്ലെങ്കിൽ അതെങ്ങനെ എളുപ്പമാക്കാം? സൈന സൗത്ത് പ്ലസിൽ ഞാൻ റീനു, എനിക്കൊപ്പമുള്ളത് മാത്യൂസ് ഡേവിഡാണ്. അദ്ദേഹം അസെറ്റ് മൈഗ്രേഷൻ്റെ ഇമിഗ്രേഷനല്ലേ ചെയ്യുന്ന അവിടെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടറാണ്. സോ മാത്യൂസ്, നിങ്ങൾ വർഷങ്ങളായിട്ട് ഓസ്ട്രേലിയയിലുള്ള ഒരാളാണ്. അപ്പോൾ അസെറ്റ് എന്ന് പറയുന്ന പേരിന് ഒരു വാല്യൂ ഉണ്ട്. ആ ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ സക്സസ് റേറ്റിൽ നിങ്ങൾ ഓസ്ട്രേലിയൻ വിസ പ്രോസസ്സ് ചെയ്യുന്നവരാണ്. അപ്പം എല്ലാവർക്കും പറയാം ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, നിങ്ങളത് ചെയ്ത് കാണിച്ചവരാണ്. അസെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അസെറ്റ് ഒരു ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ഫേമാണ്. അപ്പം ചോദിച്ച പോലെ ഈ നാട്ടിൽ ചോദിച്ച എല്ലാവരും ഏജൻസാണ്, എല്ലാവരും മൈഗ്രേഷൻ ചെയ്യുന്നവരാണ്. പക്ഷേ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മൈഗ്രേഷൻ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇമിഗ്രേഷൻ ലോ പ്രാക്ടീസായി അവിടുത്തെ ഒരു എക്സാം ക്ലിയർ ചെയ്ത് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ വകുപ്പ് തന്നെ അംഗീകരിച്ച ലിസ്റ്റിൽ നമ്മൾ എത്തണം. അപ്പോൾ അങ്ങനെ ഞാൻ 2017 എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഇമിഗ്രേഷൻ ലോ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫേം തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസെറ്റ് ഒരു രജിസ്റ്റേർഡ് ഇമിഗ്രേഷൻ ഫേമാണ് ഓസ്ട്രേലിയയിൽ. എന്നെപ്പോലെ ഒരു 8 ആൾക്കാർ കൂടെ ഈ ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാർജസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഇമിഗ്രേഷൻ ഫേമാണ്. അതാണ് ഞങ്ങളുടെ വ്യത്യസ്തത. നമ്മളൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ അത് നമ്മൾ ജോലി അന്വേഷിച്ചാണ് പോവുക. അപ്പോൾ നമ്മൾ ഒത്തിരി പേരും ആ ഒരു ജോലി കിട്ടുന്നു,
സെറ്റിലാവുക, ആ ഒരു വാക്ക് പോലെ തന്നെ അവിടെ സെറ്റിലാവുകയാണ് പതിവ്. പക്ഷെ താങ്കൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ചെന്നിട്ട് ലോ പഠിക്കാമെന്നൊരു തീരുമാനം എടുക്കുക. അപ്പം അങ്ങനെ ഒരു ഡിസിഷന് പിന്നിൽ എന്തായിരുന്നു? ഞാൻ സോഷ്യൽ വർക്കറായിട്ടാണ് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തത്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് PR ആയിട്ട് പോയ ഒരാളാണ്. അവിടെ ചെന്നും എൻ്റെ കരിയർ ഗ്രോത്ത് വളരെ നല്ലതായിരുന്നു. മെൻ്റൽ ഹെൽത്തിലെ ക്ലിനിക്കൽ സോഷ്യൽ വർക്കറാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോഴും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊരു മിനിസ്റ്റീരിയൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അതൊരു വളരെ 3 days a year, അത്രയും ഒരു ഇൻസ്പെക്ഷൻ, 2 മേജർ മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽസ് ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു പ്രത്യേക ചുമതല എനിക്കുണ്ട്. അപ്പം ഈ മെൻ്റൽ ഹെൽത്തിൽ കുറേ നാൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ യു നീഡ് എ ബ്രേക്ക്. ആൻഡ് എസ്പെഷ്യലി ഞാനൊരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ആ സമയത്ത്. കുട്ടികളുടെ ട്രോമ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളായിരുന്നു നോക്കുന്നത്. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് 2 കുട്ടികളുണ്ടായി. അപ്പോൾ അന്നേരം എനിക്കും ഒരു ബ്രേക്ക് വേണമെന്ന ആഗ്രഹം വന്നു തുടങ്ങി. അന്നേരമാണ് ഞാൻ ഇമിഗ്രേഷൻ ലോയെ പറ്റി കൃത്യമായി പഠിക്കുകയും ഇമിഗ്രേഷൻ ലോ പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് എൻ്റേതായ ഒരു പ്രാക്ടീസ്, എൻ്റേതായ ഒരു സ്പേസ്, പിന്നെ നാട്ടിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്നും പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളൊരു ഒരു കണ്ടെത്തലിൽ നിന്നാണ് ഞാൻ ആ ഉദ്യമത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ ആഗ്രഹപ്രകാരം എനിക്ക് ഇപ്പം കൂടുതലായിട്ട് ഫാമിലിയോടൊപ്പം ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ടൈം ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്, എൻ്റെ അപ്പോയിൻമെൻറ്റ്സ്. പിന്നെ ഇപ്പം ഞാൻ നാട്ടിൽ വരുന്ന പോലെ ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം നാട്ടിൽ വരുന്നുണ്ട്. ദാറ്റ്സ് ദ ചേഞ്ച്. ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിലേക്ക് 2-3 തവണയൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ പലർക്കും അത് അസൂയയോട് കൂടിയേ കാണാൻ പറ്റത്തുള്ളൂ, കാരണം അതിൻ്റെ ഡിഫിക്കൽട്ടീസ്. ഇനി താങ്കൾ പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ ചോദിക്കട്ടെ, PR എടുത്ത് പോയ ഒരാളാണ്. അപ്പോൾ ഒരു ഇന്ന കാലത്തോളം ഓസ്ട്രേലിയ പോലെ പല രാജ്യങ്ങളിലേക്കും പോകാനായിട്ട് നമുക്ക് ഇവിടുന്ന് പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് PR എടുത്ത് പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറിയതോടുകൂടി PR എടുത്ത് പോകുന്നൊരു സിസ്റ്റം ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായിട്ടും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് സ്കിൽഡ് വിസാസാണ് ഏറ്റവും അധികം പ്രോസസ്സ് ചെയ്യുന്നത്. എൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നോക്കുവാണെങ്കിൽ ഒരു 85% പോപ്പുലേഷനും സ്കിൽഡ് വിസയിലാണ് പോകുന്നത്. ഞാൻ സ്റ്റുഡൻസിനെ കൂട്ടുന്നില്ല, ഈ മൈഗ്രേഷൻ, അതായത് എംപ്ലോയി സ്പോൺസർഷിപ്പിൽ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും പോയിൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻവിറ്റേഷൻ റൗണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇൻവിറ്റേഷൻ റൗണ്ടിലും ഒരു ഏകദേശം നല്ലൊരു ഇൻവിറ്റേഷൻ റൗണ്ട് ഇന്ത്യക്ക് തന്നെയാണ് കിട്ടിയത്. സോ അതുകൊണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിലെ പ്രത്യേകത എന്ന് പറഞ്ഞത് പണ്ട് കിട്ടിയ പോലെ ഈ 65 പോയിൻ്റ് ഇൻവിറ്റേഷൻ കിട്ടും, ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, 65 പോയിൻ്റ് കിട്ടും എന്നുള്ള ഒരു സ്വപ്നം മാറിപ്പോയി. ഇപ്പം ഓരോ ഒക്കുപ്പേഷനും അതിൻ്റേതായ പോയിൻ്റ് റിക്വയർമെൻറ്റ്സ് കൂടിയിട്ടുണ്ട്. ജനറലായിട്ട് നേഴ്സസൊക്കെ ഒരു 65 പോയിൻ്റ് വിളിച്ചുകൊണ്ടിരുന്നതൊക്കെ കഴിഞ്ഞ മെയിൻ ഇൻവിറ്റേഷൻ റൗണ്ടിൽ 85 പോയിൻ്റ് വരെയാണ്. അപ്പം 65 പോയിൻറ്റിൽ നമ്മൾ ഈ സ്കിൽഡ് മൈഗ്രേഷൻ എലിജിബിളാവും. അത് പറഞ്ഞിട്ട് വളരെയധികം ആൾക്കാർ പണം മേടിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി അതൊന്നും പോസിബിൾ ആവില്ല. ചില ഒക്കുപ്പേഷൻസ് വളരെ ഹയർ പോയിൻറ്റ്സിൽ മാത്രമാണ് ഇൻവിറ്റേഷൻ പോകുന്നത്. നിങ്ങൾ ഒരു രാജ്യത്ത് മാത്രമല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിന് പല വശങ്ങളാണ്. അതിൽ ആദ്യത്തേത്, ലോ പഠിച്ച് പാസ്സായി താങ്കൾ അതിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞ് താങ്കളുടെ ഫേം തുടങ്ങുന്നത്. അങ്ങനെ ഒരാളുടെ അടുത്ത് വരുന്നതും ഒരു വിസ പ്രോസസ്സ് ചെയ്യുന്ന ഏജൻസിയും തമ്മിൽ ശരിക്കും എന്താണ് വ്യത്യാസം? സോ ഈ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ലോ ആണ് വേൾഡിലെ തന്നെ മൈഗ്രേഷൻ ലോയിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളത്. അത് എല്ലാ ലോ പ്രാക്ടീഷണേഴ്സ് അക്സെപ്റ്റ് ചെയ്തതാണ്. കാരണം അത് കാലാകാലങ്ങളായിട്ട് മാറിക്കൊണ്ടേയിരിക്കും, ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും അപ്ഡേറ്റ്സ് വരാറുണ്ട്. ഇത്തരം അപ്ഡേറ്റ്സ് നമ്മൾ തന്നെ അവർ രജിസ്റ്റേർഡ് ആയതുകൊണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം നമ്മളെ അത് എഡ്യൂക്കേറ്റ് ചെയ്തിരിക്കണം. കാരണം നമ്മളാണ് അതിൻ്റെ ഫ്രണ്ട് എൻഡിൽ നിന്ന് ഈ പ്രോസസ്സും പ്രാക്ടീസസും ചെയ്യുന്നത്. സോ അപ്പോൾ എന്ത് ചേഞ്ചസ് ഓസ്ട്രേലിയയിൽ വന്നാലും ഞങ്ങളുടെ പീക്ക് ബോഡി ആണെങ്കിലും നമ്മുടെ രജിസ്ട്രേഷൻ ബോഡി ആണെങ്കിലും നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്ത ശേഷം മാത്രമാണ് അവർ പലപ്പോഴും പ്രാക്ടീസസിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇതിലേക്ക് പോകുന്നത്. പലപ്പോഴും നമ്മളുടെ പീക്ക് ബോഡിയുടെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ അഭിപ്രായങ്ങൾ അവർ പലപ്പോഴും ഈ രീതിയിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റിംഗ്സ് കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെറിയ ചേഞ്ചസ് വന്നാലും ഞങ്ങൾ അപ് ടു ഡേറ്റ് ആണ്. അതേ സംബന്ധിച്ചിട്ട് വേറെ ഒരു ലോകരാജ്യങ്ങളിരിക്കുന്നത്, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ, ഇപ്പോൾ കൊച്ചിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം മൈഗ്രേഷൻ ഏജൻസീസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഇമിഗ്രേഷൻ ലോ സൈറ്റിൽ എടുത്തിട്ട് ഇവിടുത്തെ രജിസ്റ്റേർഡ് ഏജൻസി നോക്കിയാൽ 4 കൂടുതൽ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്നുള്ള, അതിൽ കൂടുതൽ ആരുമില്ല. അപ്പം അത് മാറാന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി സെർച്ച് കൊച്ചിയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും. എൻ്റെ പേരോട് ഉറപ്പായിട്ടും കാണും, ഞാൻ രജിസ്റ്റേർഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊന്നും അത്തരത്തിലുള്ള അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഫ്യൂച്ചറിലേക്ക് വിസയുടെ പ്രാക്ടീസസിൽ വരുമ്പോഴും വരാറുണ്ട്. രജിസ്റ്റേർഡായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ രജിസ്റ്റേർഡ് ആണെന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ എന്താ വെൻ ഐ കം ടു യു? ഓക്കെ. സോ ഞങ്ങൾ ഒരു ഫീ എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോഴോ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് തന്നത് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്തിരിക്കും. അതിൻ്റെ അകത്ത് പറയുന്നത് തന്നെ ഞങ്ങൾ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്താൽ ഞങ്ങൾക്ക് എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. സോ അത് തന്നെയാണ് നമ്മുടെ അഷ്വറൻസ്. നിങ്ങളുടെ സാധനം നമ്മൾ എടുക്കുമ്പം നമുക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം ഒരു പ്രോസ്പെക്റ്റീവായ ഒരു ക്ലയൻ്റ്
ആയിരിക്കണം എന്നുള്ളതുണ്ട്. അതായത് നടക്കില്ല എന്ന് നമ്മൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ കാര്യം എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ നിയമം തന്നെ. പക്ഷേ പലപ്പോഴും ഓസ്ട്രേലിയ രജിസ്റ്റേർഡ് ആയവർ പോലും ഈ 65 പോയിൻറ്റിൻ്റെ ഒരു ക്ലോസ് കിടക്കുന്നത് കൊണ്ട് അവരെപ്പോഴും പറയും 65 പോയിൻ്റ് ഉണ്ട്, ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പറയുന്ന പ്രകാരം നിങ്ങൾ എലിജിബിളായി. പക്ഷേ അവർക്കതിൽ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർ ആ ലൂപ്പ് ഹോളിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷേ പലപ്പോഴും എൻ്റെ അറിവിൽ പല ആൾക്കാർ, എസ്പെഷ്യലി GCCയിലുള്ളവരൊക്കെ വർഷങ്ങളോളം ഇൻവിറ്റേഷൻ കിട്ടാതെ അവരുടെ പണം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു അക്കൗണ്ടൻറ്റ് ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻസൈഡ് ഉള്ള ഒരു ഒക്കുപ്പേഷനോടാണ്, ലൈക്ക് പഠിക്കാൻ വന്നതും അങ്ങനെയുള്ള. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു അക്കൗണ്ടൻറ്റിനെ ഒരു ചെറിയ പോയിന്റിൽ ഒരിക്കലും ഓസ്ട്രേലിയക്ക് വെളിയിൽ നിന്ന് അവരെടുക്കില്ല. ഒരു 90-95 പോയിൻ്റ് ഇല്ലാതെ ഒരിടത്തും ഞങ്ങളൊരു ഇൻവിറ്റേഷൻ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോഴും കൂടുതൽ നോ പറയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് ഇഷ്ടമില്ല. നമ്മൾ വരുന്നവരോടെല്ലാം നോ പറഞ്ഞിട്ട് അവർ തൊട്ടടുത്തുള്ള ഏജൻസി പോകുമ്പോൾ അവർ എസ് പറഞ്ഞെടുക്കും. പക്ഷേ 2 വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരും, ചേട്ടാ നിങ്ങൾ പറഞ്ഞ സത്യമായിരുന്നു, ഞങ്ങളുടെ പൈസ എല്ലാം പോയി, എങ്ങനെ ഹെൽപ്പ് ചെയ്യാമോ എന്നുള്ളത്. സോ ഞങ്ങൾ നോ പറയുന്നത് വളരെ റീസണബിളായിട്ടുള്ള നോയാണ്. കാരണം നമ്മളവരോട് എക്സ്പ്ലെയിൻ ചെയ്യും എന്തുകൊണ്ട് നിങ്ങളുടെ ഓക്കുപ്പേഷൻസ് കിട്ടാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ നമ്മൾ അനാലിസിസ് ചെയ്യും ലാസ്റ്റ് ഇൻവിറ്റേഷൻ റൗണ്ട്, ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ പർട്ടിക്കുലർ ലിസ്റ്റ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പലപ്പോഴും ഫയൽ എടുക്കാറുള്ളൂ. ഇപ്പം റെഗുലറായിട്ട് സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു കാഴ്ചയാണ്, നമ്മൾ ചെന്ന് നമ്മൾ ഇതുവരെയുള്ള ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ വരും. അപ്പോൾ പറ്റുന്നില്ല, ആ പോയിൻറ്റ്സ് നമുക്ക് തികയുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടത് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നു ഉടനെ തൊട്ടടുത്ത സ്റ്റെപ്പായിട്ട് എപ്പോഴും ചെയ്യുന്നതാണ്, എന്നാൽ പിന്നെ പഠിച്ചേക്കാം, ഒരു സ്റ്റുഡൻറ്റ് വിസ എടുത്ത് പോയേക്കാം. സോ ഒരു സ്റ്റുഡൻറ്റ് വിസ എടുത്ത് വരുന്ന ഒരാൾ ഒരു PG കോഴ്സ് കഴിയുമ്പോൾ 50 ലക്ഷത്തോളം രൂപ വരുന്നുണ്ട്. ഒരു അല്ലാത്ത ഡിപ്ലോമ കോഴ്സ് കഴിയുമ്പോൾ 35 ലാക്സിനടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവിടെ വന്ന് പഠിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത സ്റ്റേജായിട്ട് ഇതാണ് അവർ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 65 പോയിൻറ്റ്സ് ഇല്ല എന്നുള്ളൊരാൾ ഒരു പഠിക്കാൻ ഒരു കോഴ്സ് എടുത്തങ്ങ് വന്നാൽ അങ്ങനത്തെ ഓപ്ഷൻസുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരാറില്ലേ? അതോ നിങ്ങളത് സജസ്റ്റ് ചെയ്യാറുണ്ടോ? അത് അധികം സജസ്റ്റ് ചെയ്യാറില്ല. കാരണം അത് ഏറ്റവും വലിയ മണ്ടത്തരം കൂടെയാണ്. കാരണം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഓസ്ട്രേലിയ പഠിക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം 7 ലക്ഷത്തിലധികമാണ് ഇന്ന് പഠിക്കുന്ന. കറൻ്റ്ലി എൻറോൾഡ് സ്റ്റുഡൻസിൻ്റെ 7 lakhs സംതിങ് ആണ്. ഈ വർഷം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് സ്കിൽഡ് വിസയ്ക്ക് കൊടുത്തേക്കുന്നത് 1,35,000 ഓക്കെ. ഈ 1,35,000 സ്റ്റുഡൻസിന് തന്നെ കൊടുക്കുമോ എന്നുള്ളത് ഒരിക്കലും നിർബന്ധമില്ലല്ലോ. ഓസ്ട്രേലിയയുടെ സ്കിൽ പ്രോഗ്രാം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഓവർസീസിൽ നിന്ന് ആളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളൊരു പകുതി 1,35,000 പകുതി അങ്ങ് മാറ്റാം, വെളിയിൽ കൊടുക്കാം. ഇനി 65,000 70,000 ഓസ്ട്രേലിയക്കുള്ളിലുള്ളവർക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചോ. ഈ 7 ലക്ഷം 70,000 തമ്മിലുള്ള അന്തരം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസിനൊക്കെ PR കിട്ടുമെന്ന് പറഞ്ഞ് എഡ്യൂക്കേഷൻ ഏജൻസി വിടുന്നത് തന്നെ മണ്ടത്തരാണ്. ഇതൊക്കെ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കേസേ ഉള്ളൂ. ഇല്ലെങ്കിൽ അവർക്കൊരു എംപ്ലോയറിനെ കിട്ടണം. എംപ്ലോയറിനും ലിമിറ്റഡ് ആണ് നമ്പേഴ്സ്. അപ്പം എല്ലാവർക്കും പഠിക്കാൻ പോകുന്നത് കൊണ്ട് PR കിട്ടില്ല. ഈ PR കിട്ടാത്തത് കൊണ്ട് പഠിക്കാൻ പോയാലും PR കിട്ടണമെന്ന് നിർബന്ധമില്ല. അത് കുറേ കാര്യങ്ങൾ മാറ്റേഴ്സാണ് ഓസ്ട്രേലിയയിൽ. ഇമിഗ്രേഷൻ, PR എന്നുള്ള കേസസ്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് പൊതുവെ, കേരളത്തിൽ നിന്നും പൊതുവെ കാണുന്ന ഒരു ട്രെൻഡാണ് പിള്ളേരെ എല്ലാം പഠിക്കാൻ സിറ്റിയിലേക്ക് വിടും. നമുക്കറിയാവുന്നതും അതേ ഉള്ളൂ, സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ. അപ്പം അവിടെ വന്നു കഴിയുമ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന യൂണിവേഴ്സിറ്റീസാണ് ആ 3 സ്റ്റേറ്റിലുള്ളത്, അല്ലെങ്കിൽ 3 ക്യാപിറ്റൽ സിറ്റീസിലുള്ളത്. പക്ഷേ കുട്ടികൾക്ക് യാതൊരു പ്രയോജനമില്ല. അപ്പം ഞങ്ങൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും, ഏത് റീജിയണൽ സ്ഥലങ്ങളിലാണ് പോകേണ്ടത്, എവിടെയാണ് നിങ്ങൾ ഓക്കുപ്പേഷൻസ് ഡിമാൻഡുള്ളത്, നിങ്ങൾക്ക് PR പോകാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറിന് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്ത ഒരു വലിയൊരു ഉപകാരമാണ്. സാധാരണ കൺട്രിക്ക് 2 വർഷം കിട്ടുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ നമുക്ക് 3 വർഷം വരെ സ്റ്റേ ബാക്ക് കിട്ടും. പക്ഷേ നിങ്ങളത് റീജിയനിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേ ബാക്ക് വിസ തീർന്നാലും ഒരു പ്രാവശ്യം കൂടെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാറ്റഗറി 2 റീജിയനാണെങ്കിൽ 1 വർഷം കൂടെ കിട്ടും, കാറ്റഗറി 3 റീജിയൻ ആണെങ്കിൽ 2 വർഷം കൂടെ കിട്ടും. ഇപ്പോൾ ഈ സ്റ്റേ ബാക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിലും ഇപ്പോൾ UK, ഇപ്പോൾ ന്യൂസിലാൻഡ് ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ഉണ്ട്. പക്ഷേ സ്റ്റേ ബാക്കിൽ നിൽക്കുന്ന ഒരുപാട് പേരും പറയുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ 7 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ്, അടുത്ത വർഷമാകുമ്പോൾ അടുത്ത ലക്ഷങ്ങളും കൂടി വന്നു കഴിഞ്ഞ് ഓരോ വർഷം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ഈ 3 വർഷത്തെ സ്റ്റേ ബാക്കിൽ പോലും ജോലി കിട്ടുന്ന ആളുകളുടെ ശതമാനം വളരെ കുറവാണ്. അപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കൺസേണിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഇതിന് അപ്ലൈ ചെയ്താലും നമ്മളങ്ങോട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് നടന്നാലും ഇതിന് യാതൊരു ഗ്യാരൻറ്റിയും ഇല്ലല്ലോ അല്ലേ എന്നുള്ളൊരു ചോദ്യം, അതിൻ്റെ ഒരു ഉത്തരം എന്തായിരിക്കും? സോ നമ്മുടെ അവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും ജോലി കിട്ടണമെന്ന് ഉറപ്പില്ല. അപ്പോൾ അവർ വളരെ ടാലൻറ്റഡ് ആണെങ്കിൽ കിട്ടാറുമുണ്ട്, ഇല്ല എന്നുള്ളതല്ല. അപ്പോൾ ജോലി കിട്ടാതെ ഇനിയൊരു PR പോകാനുള്ള സാധ്യതകളും വളരെ കുറവായിക്കൊണ്ടിരിക്കുന്നു.
ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ സ്റ്റേറ്റിനും ഈ ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇവർ ഈ ടാസ്മാനിയയിലോ സൗത്ത് ഓസ്ട്രേലിയയിലോ നോർത്തേൺ ടെറിട്ടറിയിലൊക്കെ പഠിച്ചാൽ അവർക്ക് ഓൾമോസ്റ്റ് PR ഗ്യാരണ്ടീഡ് ആണ്. ഇതാരും കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ജോലി കിട്ടാതെയും PRലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റേറ്റുകളുണ്ട്. ജോലി കിട്ടിയാലും PRലേക്ക് പോകാൻ സാധിക്കാത്ത സ്റ്റേറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ എന്നോട് എൻ്റെ ഏതോ ഒരു സംസാരത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഇപ്പോഴത്തെ ഒരു പോക്കാണെങ്കിൽ അടുത്ത വർഷത്തോടുകൂടി 40% മലയാളി കുട്ടികളും ഓസ്ട്രേലിയ പഠിക്കാൻ പോയവർ PR ഇല്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് തുടങ്ങും. അതൊരു ദാറ്റ് ഈസ് എ റിയാലിറ്റി. ആൻഡ് ഈ വർഷം തന്നെ എൻ്റെ അറിവിൽ വളരെ കുട്ടികൾ റിട്ടേൺ ടു കേരള. പണ്ട് പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു, അതിലിപ്പോൾ യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഈ പൈസയ്ക്ക് പോയാലും ഒരു 2-3 കൊല്ലം പാർട്ട് ടൈം ജോലി എടുത്താൽ തന്നെ തീരുന്നതേ ഉള്ളൂ ഇത് എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ടോ? ഇവിടുത്തെ ഏജൻസീസ് എല്ലാം പറയുന്നതാണ്, നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലി കൊണ്ട് ഫീസ് അടയ്ക്കാം, അവിടെ ആപ്പിൾ പറിക്കാൻ പോയാൽ ഇത്ര രൂപ കിട്ടും, അങ്ങനെ വളരെ അധികം കേട്ടാൽ സ്ട്രോബെറി പറിക്കാൻ പോയാൽ കിട്ടും. അതൊന്നും ഒട്ടും റിയാലിറ്റി അല്ല. ഞങ്ങളവിടെ താമസിക്കുന്ന നമ്മൾ ഈ സ്റ്റുഡൻസിൻ്റെ സ്ട്രഗിൾസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നതാണ്. നിങ്ങളിനി എത്ര അധികം ജോലി ചെയ്താലും നിങ്ങളുടെ അവിടെ അക്കോമഡേഷൻ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു നാടാണ് ഓസ്ട്രേലിയ. ഫുഡും നല്ല കോസ്റ്റ്ലിയാണ്. അവർക്ക് കാറ് വേണം, അല്ലെങ്കിൽ കമ്മ്യൂട്ടേഷൻ എന്താണോ അതെല്ലാം നോക്കണം. ഇത്തരം കാര്യങ്ങൾ ചിലവുകൾ മാത്രം നടന്നു പോകാനുള്ള സാധ്യതകൾ മാത്രമാണ് ഈ ജോലി കിട്ടിയാൽ പോലും ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഈ ബാങ്കിൻ്റെ ലോണോ അതിൻ്റെ പലിശകളൊക്കെ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അവർ സ്റ്റേ ബാക്ക് വിസയിലാണ് ഇത് പലപ്പോഴും കുട്ടികൾ അടയ്ക്കുന്നത്. സ്റ്റേ ബാക്കിൽ ഇവർക്ക് ഫുൾ വർക്ക് റൈറ്റ്സ് ഉണ്ട്. ഒരു മിനിമം സാലറി ഓസ്ട്രേലിയയിൽ ഒരു 60,000 രൂപ, $70,000 ഒക്കെ ഇവർക്ക് ഈസി ആയിട്ട് 1-2 ജോലി കൊണ്ട് ഇവർ മേക്ക് ചെയ്യാറുണ്ട്. അപ്പം നല്ലൊരു രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇവൻ PR കിട്ടിയില്ലെങ്കിൽ പോലും ഈ 3 വർഷത്തെ സ്റ്റേ പാക്കിങ് കൊണ്ട് ഇവർക്ക് ലോൺസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയും അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടി, അവരുടെ സ്കിൽഡ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പം ലോങ് ടേം ഷോർട്ട് ടേം സ്കിൽ കാറ്റഗറി പറയുമല്ലോ, ഇന്നതാണ് വരാൻ പോകുന്നത്, ഇന്നതിനാണ് ഇപ്പോൾ പെട്ടെന്ന് ഡിമാൻഡ് എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഏറ്റവും ഡിമാൻഡുള്ള സ്കിൽ ഒരു ജോബ് കാറ്റഗറി ഏതാണ്? സോ ഈ വർഷം ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷനാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുന്നത്. കാരണം ഒരു റീബിൽഡിംഗ് ആണ്. കോവിഡിന് ശേഷം ഒരു കൺസിസ്റ്റൻസി ഓഫ് ഹെൽത്ത് കെയർ ആയിരുന്നു നമുക്ക് വേണ്ടത്. കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ഒത്തിരി നാണക്കേടുള്ള കാര്യമാണ്, നമുക്ക് ലാബ്സ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ മെഡിക്കൽ ലാബ് സയൻറ്റിസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്തു. നഴ്സസ് വളരെ ഷോർട്ടേജ് വന്നു. ഓൾഡ് ഏജിൽ ഒത്തിരി മരണങ്ങൾ നടന്നു. അപ്പം കോവിഡാനന്തര ഇൻവിറ്റേഷൻസ് മെയിൻലി ഹെൽത്ത് ഫോക്കസ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നഴ്സസ്, സോഷ്യൽ വർക്കേഴ്സൊക്കെ എല്ലാ 65 പോയിൻറ്റിൽ, ഫിസിയോതെറാപ്പിസ്റ്റ് എല്ലാവരും മിനിമം പോയിൻറ്റിൽ ഡയറക്റ്റ്ലി PRലേക്ക് വന്നു. അപ്പോൾ ആ ഒരു ഇറ കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞ ബഡ്ജറ്റിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷനാണ്. ഒളിമ്പിക്സ് ബ്രിസ്ബനിൽ വരാൻ പോവുകയാണ്. പല മൈനിങ്സ് സെക്ടേഴ്സ് ഓപ്പൺ ആയി തുടങ്ങി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒക്കുപേഷൻ ലിസ്റ്റാണ് കൂടുതലായിട്ട് ഇപ്പോൾ അവർക്ക് ഫോക്കസ്. പക്ഷേ അതേപോലെ തന്നെ ഹെൽത്തിലും ഈക്വലായിട്ടുള്ള പ്രാധാന്യം ഇപ്പോഴുമുണ്ട്. അലൈഡ് ഹെൽത്താണ് കുറച്ചുകൂടെ നമുക്കവിടെ ഷോർട്ടേജ് ഉള്ളത്. ഫിസിയോ, ഒക്കുപേഷണൽ തെറാപ്പി, സോഷ്യൽ വർക്കേഴ്സ്, സൈക്കോളജിസ്റ്റ്, അങ്ങനെ വിവിധങ്ങളായ ഓഡിയോളജിസ്റ്റൊക്കെ ഒരു 65-70 പോയിൻറ്റിൽ ഇൻവിറ്റേഷൻ, സ്പീച്ച് പത്തോളജിസ്റ്റ്, എല്ലാവരും ഞങ്ങൾ ഡയറക്റ്റായിട്ട് PRൽ കൊണ്ടുവെക്കുന്ന ഒക്കുപേഷൻസാണ്. അപ്പം ഇതെല്ലാം കമ്പൈൻഡായിട്ട് വരുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളത് സ്പെസിഫിക്കലി ടു കൺസ്ട്രക്ഷൻ എൻജിനീയേഴ്സ്, സിവിൽ, കൺസ്ട്രക്ഷൻ മാനേജേഴ്സ്, അതെല്ലാവരും തന്നെ ഹൈ ഡിമാൻഡ്സിലാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രേഡാണ്. ഞാൻ കഴിഞ്ഞ ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു മീറ്റിങ്ങിലും പറഞ്ഞാണ്, ഇവിടെ ഇഷ്ടംപോലെ ട്രേഡേഴ്സുണ്ട്, പക്ഷേ അവർക്ക് ക്വാളിഫിക്കേഷനോ ഇംഗ്ലീഷ് ലാംഗ്വേജോ ഇല്ലാത്തതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. ഇപ്പോൾ ഓസ്ട്രേലിയക്ക് ഏറ്റവും ഡിമാൻഡുള്ളത് പെയിൻറ്റർ, ബ്രിക്ലെയർ, നമ്മുടെ കട്ടപണി, ആശാരി, മേശരി, അങ്ങനെയുള്ള സ്റ്റോൺ, പിന്നെ കൽപ്പണിക്കാർ, ഇങ്ങനെയുള്ളവർക്ക് 65 പോയിൻറ്റിലും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മൈഗ്രേറ്റ് ചെയ്യാനും വേണം എല്ലാ പ്രൊവിഷനും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഈ കഴിഞ്ഞ റൗണ്ടിൽ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ഷോർട്ടേജുള്ള ഈ കൺസ്ട്രക്ഷനിൽ തന്നെയുള്ള ഒക്കുപേഷൻസാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആൾക്കാർക്ക് ഈ ക്വാളിഫിക്കേഷൻസും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പരിജ്ഞാനവുമാണ് ഏറ്റവും പ്രശ്നമായി വരുന്നത്. ഉണ്ടെങ്കിൽ ഏറ്റവും ഈസിയായിട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ളവരും അവരെയാണ്. ഇപ്പം ഇതുവരെ ഉണ്ടായിരുന്നൊരു സെൻറ്റൻസ് ഇതായിരുന്നു, നേഴ്സ് ആണെങ്കിൽ ലോകത്തിൽ എവിടെ ചെന്നാലും PR കിട്ടും, PR ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു നേഴ്സിനാണെന്ന്. പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ PR കിട്ടുന്ന ഒരു നേഴ്സിനാണോ? നേഴ്സ് ഇപ്പോഴും ലിസ്റ്റിലുണ്ട്. പക്ഷേ നേഴ്സിനേക്കാളും കൂടുതൽ ഞാൻ പറഞ്ഞ അതിനേക്കാളും ചാൻസസ് ആണ് ഇപ്പം മറ്റേ ഈ ട്രേഡ് വർക്കേഴ്സ്, ഞാൻ പറഞ്ഞ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, അവരെക്കാളും കുറഞ്ഞ പോയിന്റിലാണ് ഇൻവിറ്റേഷൻ വന്നത്. ഒരു മാസമായിട്ടുള്ള നമ്മുടെ 189 ഇൻവിറ്റേഷൻ റൗണ്ട് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇൻവിറ്റേഷൻ റൗണ്ട്, അതിൽ നേഴ്സസ് 80-85 പോയിന്റിലേക്ക് ഉയർന്നു. 65 പോയിന്റ് ഇൻവിറ്റേഷൻ വന്നുകൊണ്ടിരുന്ന ഒക്കുപേഷനാണ്. ഒത്തിരി അധികം നമ്മുടെ കുട്ടികൾ തന്നെ നേഴ്സിംഗ് അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ആൾക്കാരും നേഴ്സിംഗ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നേഴ്സിങ്ങിൻ്റെ ഒരു ഷോർട്ടേജ് പണ്ടത്തെ പോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോവിഡിന് ശേഷമുണ്ടായിരുന്ന ഒരു ഷോർട്ടേജ് മാറിയിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പോയിൻ്റ് ഇൻക്രീസ് വരുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഹ്യൂജ് ആയിട്ടുള്ള ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സ് കൂടുതലാണ്, അവർക്കുള്ള നീഡ് കുറവാണ്, അന്നേരമാണ് ഈ പോയിൻ്റ് കൂടി വരുന്നത്. എപ്പോഴും ഞങ്ങൾ ഫാർമസിസ്റ്റിൻ്റെ കാര്യം പറയുന്നത്, ഫാർമസിസ്റ്റ് ഓവർ സപ്ലൈഡ് ആയി ലാസ്റ്റ് 1 ഇയറോടുകൂടെ. കേരളത്തിൽ നിന്ന് ഒത്തിരി പേര് എക്സാം പാസ്സായി അവിടെ എത്തി. പക്ഷേ ഇപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് സാധാരണ പോലെ ഇൻവിറ്റേഷൻ വരാറില്ല. പക്ഷേ സ്റ്റിൽ ഓസ്ട്രേലിയ നീഡ് ഫാർമസിസ്റ്റ് ഉള്ളി ഇൻ ദ റീജിയണൽ ഏരിയാസ്. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇനി സ്കാമുകളും ഒരുപാട് ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ടല്ലോ. അപ്പോൾ ഞാൻ കേട്ടൊരെണ്ണം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി, അതൊരാൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ടൂറിസ്റ്റ് വിസയിൽ എത്തി നിൽക്കുക, പാർട്ട് ടൈം ജോലി കിട്ടുക, അത് കഴിഞ്ഞാൽ നമുക്ക് PR കിട്ടും. ഈ സെൻറ്റൻസ് സത്യത്തിൽ അതെന്താണത്? അത് ആക്ച്വലി ഇവർ പ്രാക്ടിക്കലി ഒരു പോസിബിൾ ആക്കിയ കേസാണ്. അതൊരു വലിയ ഫ്രോഡാണ്. അവർ പ്രാക്ടിക്കലാക്കിയ ഇൻ ദ സെൻസ് അവർ വിസിറ്റിംഗ് വിസയിൽ എന്തൊക്കെയോ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് അവൾ ആൾക്കാരെ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടുത്തെ പ്രൊട്ടക്ഷൻ വിസ അപ്ലൈ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. ഇവരറിയുക കൂടിയില്ല, അസൈലം വിസ. അപ്പോൾ അവിടെ വന്നിട്ട് ഇവരറിയാതെ തന്നെ അസൈലം വിസ ചെയ്യും. അസൈലം വിസയ്ക്കകത്ത് ഫുൾ വർക്ക് റൈറ്റ്സും മെഡിക്കെയറും എല്ലാം ഉണ്ട്. പക്ഷേ അത് ഇന്ത്യ എന്നൊരു രാജ്യത്തെ അപകീർത്തിപ്പെടുന്ന ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ് അങ്ങനത്തെ വിസ അപ്ലൈ ചെയ്താലും 4 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കേസ് എടുത്തിട്ട് റെഫ്യൂസ് ചെയ്യും. പിന്നീട് അവർ ട്രൈബ്യൂണലിൽ പോയും ട്രൈബ്യൂണലിലും ഇപ്പോൾ കേസ് ഭയങ്കര ഫാസ്റ്റായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആൾക്കാരെ പറ്റിക്കുന്നത് നല്ല എമൗണ്ടാണ് അത് മേടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എമൗണ്ട് മേടിച്ചിട്ട് അവരെ എവിടെ എത്തിക്കുകയും അവരോട് പറയുന്നത് നിങ്ങൾക്ക് കുറേ നാൾ ജോലി ചെയ്ത് ഈ പൈസകളെല്ലാം വീട്ടാമെന്നുള്ളതാണ്. അതൊരു ഇല്ലീഗൽ പ്രാക്ടീസാണ്. അതിനെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ഇന്ത്യയുമായിട്ട് സഹകരിച്ച്, ഇന്ത്യ ഓസ്ട്രേലിയ ഭയങ്കര ഇതാണ്, അവർക്കെതിരായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അതൊരു സക്സസ്ഫുള്ളി ചെയ്തൊരു പ്രോഗ്രാമാണ്, ലൈക്ക് ഇൻ ദ സെൻസ് ഇൻ എ ഫ്രോഡ് വേ. ബട്ട് അതൊരിക്കലും എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കാത്ത രാജ്യ താല്പര്യങ്ങൾക്ക് എഗനസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പിടിച്ചു കഴിഞ്ഞാൽ അവരെ ജയിലിലടയ്ക്കും, ജയിലിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് അവരെത്തിക്കും. പിന്നീട് ഒരിക്കലും അവർക്ക് ഓസ്ട്രേലിയക്ക് ഒരു ചാൻസ് വന്നാൽ കൂടി അവർക്ക് പോകാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, അവരുടെ മക്കൾ പഠിച്ച് പാസ്സായി അവരൊരു ഓസ്ട്രേലിയൻ PR അപ്ലൈ ചെയ്താൽ പോലും ഇവർക്ക് അവിടേക്ക് എത്താനോ അല്ലെങ്കിൽ ഇവരുടെ ആപ്ലിക്കേഷൻ കാരണം അവരുടെ വിസ റിഫ്യൂസ് ആവാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ്. സോ അവരുടെ ഓസ്ട്രേലിയൻ ഡ്രീംസ് അതോടുകൂടെ തീരണം. ബ്രദറും സിസ്റ്ററും കല്യാണം കഴിച്ച് അവർ പാർട്ട്ണറാണെന്നും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവരിക, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ സത്യമായിട്ട് അങ്ങനത്തെ? തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്ന് അത് വളരെ കോമൺ ആയ പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് തന്നെ അത് പിടിക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷമാണ് ഈ പാർട്ട്ണർ വിസ ഇത്രത്തോളം സ്ട്രിക്റ്റ് ആയത്. പണ്ടൊക്കെ മലയാളികൾ പാർട്ട്ണർ വിസ അപ്ലൈ ചെയ്യുമ്പം റെഫ്യൂസലൊക്കെ വളരെ കുറവായിരുന്നു. ബട്ട് ഈ ഇടയായിട്ട് റെഫ്യൂസൽസ് കാണാറുണ്ട്. അത് അവരുടെ ശ്രദ്ധക്കുറവാണ്. ഇവർ ചോദിക്കുന്ന 4 തരത്തിലുള്ള 4 കോർ ഏരിയ നമ്മളവിടെ ഇത് പ്രൂവ് ചെയ്യണം. ഒന്ന് അവരുടെ റിലേഷൻഷിപ്പ്, ഒന്ന് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ്, അതുപോലെ ഹൗസ് ഹോൾഡ്, അങ്ങനെ കുറച്ച് 4 ഡിഫൈൻഡ് ഏരിയാസ് ഉണ്ട്. അത് പ്രോപ്പറായിട്ട് നമ്മൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഈ പാർട്ട്ണർ വിസ പോലും റെഫ്യൂസാം. അതിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ മുമ്പേ പറഞ്ഞ പോലുള്ള ഫ്രോഡുലൻറ്റ് മാരേജസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ മാരേജ് വിസ 2 വിസ തമ്മിൽ ടുഗദറാണ്. ആദ്യത്തെ 2 വർഷം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് വെയിറ്റ് ചെയ്യും. ഇവരുടെ മാരേജ് ഇസ് ഗോയിങ് ഗുഡ്, ദേ ഹാവ് എനി ഡൊമസ്റ്റിക് വയലൻസ് ഇഷ്യൂസ് ഒക്കെ ഇല്ലെങ്കിൽ മാത്രമാണ് ഫൈനൽ വിസാസ് ഗ്രാൻഡ് ആവത്തുള്ളൂ. ഇപ്പം അസറ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് സക്സസ് റേറ്റ് ഭയങ്കര ഹൈ ആണെന്നുള്ളതാണ്. അപ്പം അതെങ്ങനെയാണ് നിങ്ങളുടെ മാനേജ്മെൻറ്റ് സ്റ്റൈൽ എങ്ങനെയാണ് അത്രയും ഒരു ഹൈ സക്സസ് റേറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ കുറേ നോ പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ ആദ്യം തന്നെ നടക്കാത്ത കേസ് നോ പറയുന്നതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ് സക്സസ് റേറ്റ്. അല്ല, അതൊരു വലിയ മാജിക് അല്ല. നമുക്ക് നടക്കുമെന്ന് തോന്നുന്നതും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കേസുകളാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഓൺ ഷോറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇതും തന്നെ നമുക്ക് ഗ്യാരണ്ടീഡായിട്ട് കിട്ടുന്ന ഒരു കേസാണ് നമ്മുടെ ഇൻവിറ്റേഷൻസും കാര്യങ്ങളൊക്കെ. ഓഫ് ഷോറിലാണ് ഇപ്പോഴും കുറച്ചുകൂടി ആൾക്കാർ 1-2 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ മാക്സിമം കാണും. കാരണം ഈ കോവിഡിന് ശേഷം വന്നേക്കുന്ന ചില പോയിൻ്റ് കുറവുള്ള എൻജിനീയേഴ്സ്, IT പ്രൊഫഷണൽസിനൊരു, ഞാൻ പറഞ്ഞ പോലെ കോവിഡിന് ശേഷം കൂടുതലായിട്ട് ഹെൽത്ത്, ഇപ്പോൾ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ആണ്. അപ്പോൾ IT ഒരു വലിയൊരു ഇൻവിറ്റേഷൻ വന്നിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഒഴികെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കേസസ് ഇൻവിറ്റേഷൻസൊക്കെ വന്നു കഴിഞ്ഞാണ്. അപ്പം ഈ നമ്മൾ എടുക്കുന്ന കേസ് കുറച്ചുകൂടെ സാധ്യത ഉള്ളത് എടുക്കുന്നത് കൊണ്ടാണ് ഈ സക്സസ് റേറ്റ് ഉണ്ടാവുക. പക്ഷെ അങ്ങനെ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ വേറെ ഏജൻസീസ് എല്ലാം അവർക്ക് തോന്നിയ പോലെ ചെയ്യുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട്. ദാറ്റ്സ് പൈസ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ ബിസിനസ് അല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് നോ പറയുന്ന സമയത്ത് നിങ്ങൾ ഓസ്ട്രേലിയ മാത്രമല്ല ചെയ്യുന്നത്, പല രാജ്യങ്ങളിൽ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ശരിയാവും ഒരു ബിസിനസ് മാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്? ഉറപ്പായിട്ടും അത് ഞങ്ങളോട് തന്നെ ചോദിച്ച ആദ്യത്തെ ചോദ്യമാണ്, എത്തിക്കൽ മൈഗ്രേഷൻ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ബിസിനസ് സർവൈവ് ചെയ്യുന്നുള്ള. പക്ഷേ ഞങ്ങളുടെ റിസൾട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു.
അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു എത്തിക്കലാണെന്ന് അറിയുമ്പം അതിനെ തിരഞ്ഞു പിടിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഡെമോഗ്രഫി അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി ക്ലയൻസ് ഇസ് ലെസ് ദാൻ 2% ഫോർ അസ്, അത്രയേ ഉള്ളൂ. ഇന്ത്യൻ ക്ലയൻസ് ഇസ് 7%. അത് ഞങ്ങൾക്ക് കൃത്യം സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ പോപ്പുലേഷൻ 7% ഉള്ളൂ. 93% ആൾക്കാരും ഞങ്ങളുടെ ക്ലയൻസ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു പോപ്പുലേഷൻ സ്ട്രാറ്റജി ഇസ് നോട്ട് മലയാളീസ് ഓർ നോട്ട് ഇന്ത്യ, അല്ല ലൈക്ക് നമ്മുടെ ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജീസ്. ബട്ട് നമ്മൾ മലയാളി ആയതുകൊണ്ടും നമ്മുടെ പ്രോസസ്സിംഗ് ഓഫീസും കാര്യങ്ങളെല്ലാം ഇന്ത്യയിലായതുകൊണ്ടുമാണ് നമ്മൾ വെനെവർ ഐ കംസ് ടു ഇന്ത്യ വി ഡു സെമിനാർസ്, വി ഡു എവറിത്തിങ്. ബട്ട് മലയാളികൾക്കും അതേപോലെ വളരെയധികം ഇൻവിറ്റേഷൻസ് ഓസ്ട്രേലിയയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി സക്സസ് റേറ്റ് കൂടും. എൻ്റെയൊക്കെ ഒരു പെയ്ഡ് അപ്പോയിൻമെൻറ്റാണ് ഓസ്ട്രേലിയയിൽ. എൻ്റെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു $225 ആണ് എൻ്റെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ഓഫ് അപ്പോയിൻമെൻറ്റ്. എൻ്റെ ഒരു വെയിറ്റിംഗ് ടൈം ഒരു 2 to 3 വീക്സ് ആണ് ഓൾ ദ ടൈംസ്. ഞാനൊരു 18 അപ്പോയിൻമെൻറ്റ്സ് വീക്ക്ലി കൊടുക്കുന്നു. ഞാൻ എന്നെ പൊക്കി പറയുന്നതല്ല, ദാറ്റ് ഈസ് ഹൗ ദ തിങ്സ് ഹാപ്പനിങ്. സോ ആ വെയിറ്റിംഗ് ടൈം വരുന്നത് ആൾക്കാർ റെഡി ടു വെയിറ്റ് ഫോർ മൈ അപ്പോയിൻമെൻറ്റ് ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫർമേഷൻസ്. അപ്പം നമ്മൾ എത്തിക്കലായിട്ട് തുടങ്ങുമ്പം ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്യും, അതിനെ റെസ്പെക്റ്റ് ചെയ്യും. അവർ ആ ഒരു ഒപ്പീനിയന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഡോക്യുമെൻറ്റേഷൻ, ഒരു കുത്തോ കോമയോ മാറിയാലും ഇങ്ങനെ കേട്ടിരിക്കുന്നത് ഞാൻ, ഓസ്ട്രേലിയൻ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് ഭയങ്കര കട്ടിയാണ്. അത് അറിയുന്നവൻ ചെയ്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും. ഓരോ തവണ അപ്ലൈ ചെയ്യുമ്പോഴും പൈസ കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലെത്രത്തോളം ഇതുണ്ട്? ഡോക്യുമെൻറ്റേഷൻ ഈസ് ഭയങ്കര ക്രൂഷ്യലാണ്. ഓസ്ട്രേലിയ ആണെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിൽ ന്യൂസിലൻഡിൽ ലൈസൻസും ഉണ്ട്. അപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പം രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ വളരെ വെൽ ട്രെയിൻഡുള്ള സ്റ്റാഫിനെയാണ് നമ്മളിവിടെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ 8 ലോ പ്രാക്ടീഷണേഴ്സ് ലൈക്ക് ഇമിഗ്രേഷൻ കഴിഞ്ഞ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മളെല്ലായ്പ്പോഴും ഓൺ എ വീക്ക്ലി ബേസിസ് നമ്മുടെ സ്റ്റാഫിനെ ട്രെയിനാണ്. ഞങ്ങളുടെ എല്ലാ സ്റ്റാഫും ഇന്ത്യൻ ഓഫീസിലുള്ളതാണെങ്കിലും എല്ലാവരും ലോ ക്വാളിഫിക്കേഷനുള്ള ഇവിടുത്തെ ലോയേഴ്സ് തന്നെയാണ്. അപ്പം ഇവിടെ ഒരു 3 വേ ഓഫ് പ്രോസസ്സ് ഉണ്ട്. ഇപ്പം ആദ്യം നമ്മുടെ ഇനീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ ടീം ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മുടെ ലോ ഗ്രാജുവേറ്റ്സ് അവർ ചെക്ക് ചെയ്യും. അതിനുശേഷം മാരെയും ചെക്ക് ചെയ്ത ശേഷമാണ്, മാരയ്ക്ക് മാത്രമാണ്, ഞങ്ങളെപ്പോലുള്ളവർ മാത്രമാണ് ഇവരെന്ത് ചെയ്താലും അത് സബ്മിറ്റ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. നമ്മുടെ കയ്യിലാണ് കാർഡ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളും വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് സബ്മിഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സക്സസ് റേറ്റ് പൊതുവേ ഹൈ ആണ്. നമ്മൾ ഓസ്ട്രേലിയയിൽ ഉള്ള സമയത്ത് സ്കൂളിൽ ചെറിയ ക്ലാസ് തൊട്ട് അവർ സ്റ്റെം വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വേർഡാണ്. പക്ഷേ ഞാനിവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് സ്റ്റെം. കെൻ യു ജസ്റ്റ് ആ സ്റ്റെമ്മിനെ കുറിച്ച് പറയുമോ? അപ്പോൾ സ്റ്റെം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്? അത് നമ്മുടെ ബേസിക്കലി ഇവിടെയൊക്കെ പറഞ്ഞ ടെക്നോളജി, സയൻസ്, മാത്തമാറ്റിക്സ്, അങ്ങനെ അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്വാൻസ് കോഴ്സുകളോ അതോ സിമിലർ ആയിട്ടുള്ള കോഴ്സുകൾ മാത്രമാണ്. സോ ഒരു വൺ ഓഫ് ദ ഒക്കുപ്പേഷൻ വി കോൾ എസ് മാത്തമാറ്റീഷ്യൻ ഇൻ ഓസ്ട്രേലിയ. അത് ഇവിടെ മാത്സ് കഴിഞ്ഞാൽ ഒന്നുകിൽ ടീച്ചറാവും. ഒരു മാത്തമാറ്റീഷ്യൻ്റെ വേറെ ഒരു സ്കോപ്പിലേക്ക് പലരും പോകുന്നത് കേരളത്തിൽ ഞാൻ കാണുന്നത് കുറവാണ്. അതുപോലെയാണ് സ്റ്റാറ്റിറ്റീഷ്യൻ ഒത്തിരി ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. AI സ്റ്റാറ്റിറ്റീഷ്യനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റിയൽ എസ്റ്റേറ്റിൽ സ്റ്റാറ്റിറ്റീഷ്യനുണ്ട്. അങ്ങനെ അവരുടെയൊക്കെ റോള് ഭയങ്കര ഹൈ ആണ്. ഈ സ്റ്റാറ്റിറ്റീഷ്യൻ, മാത്തമാറ്റീഷ്യനൊക്കെ വളരെ ഹൈ സ്കിൽഡ് ഒക്കുപ്പേഷൻ ലിസ്റ്റിൽ ഓസ്ട്രേലിയക്ക് ഉള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെമ്മിൽ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ക്വാളിഫിക്കേഷനും അത്തരത്തിലുള്ള എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയയുടെ സ്കിൽ ലിസ്റ്റിൽ എപ്പോഴും അതുണ്ടാവും. അത് ജസ്റ്റിഫൈ ചെയ്തെന്നുള്ള. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയും ഓസ്ട്രേലിയയോട് ഇഷ്ടം കാണിക്കുന്നത്? അവിടെ വരാനുള്ള റീസൺസ് എന്താണ്? ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുക, ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. ഇപ്പോൾ UK ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നു. ട്രംപ് US അസ്ഥിരത കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഇപ്പോഴും സ്ഥിരതയുള്ളൊരു രാജ്യം ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് അവിടെ ഒരു ആൻറ്റി മൈഗ്രേഷൻ റാലിയൊക്കെ 3 ആഴ്ച മുമ്പ് നടന്നെങ്കിലും അവിടെ ഒരു വൈഡായിട്ടൊരു പോപ്പുലേഷൻ ഒരു പ്രശ്നം ഉണ്ടാവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും അവിടെ ഇല്ല. ഇപ്പോഴും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയ ഒരു വലിയ രാജ്യമാണ്. ഇന്ത്യയുടെ 3 ഇരട്ടിയുണ്ട്. കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് പോപ്പുലേഷൻ ഇല്ലാതെ ആ രാജ്യം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് എൻ്റെ അടുത്ത ഒരു ടൗൺഷിപ്പിലേക്ക് പോകാൻ 300 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്ത് പോകണം. ആ 300 കിലോമീറ്ററും നമ്മുടെ ഇവിടുത്തെ പറയുന്ന പോലെ പട്ടിക്കാടാണ്. അവിടെ ഒരു മനുഷ്യരുമില്ല. ഓസ്ട്രേലിയ നീഡ് മോർ പീപ്പിൾ ടു ഡെവലപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയുടെ സാധ്യതകൾ ഭയങ്കര ഹൈ ആണ്. ഒത്തിരി പോപ്പുലേഷൻ വേണം. ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ ധാതു ലവണങ്ങളുള്ള രാജ്യമാണ്. ഇന്ത്യക്ക് യുറേനിയം നൽകുന്നത്, കോള് നൽകുന്നത്, അദാനിക്ക് കോൾ മൈൻ പോലും ഓസ്ട്രേലിയയിലുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതുവരെ റിസോഴ്സ് യൂസ് ചെയ്യാത്ത ഒരു രാജ്യം കൂടിയാണ്. ഇനി ഇപ്പോൾ നമ്മൾ മെഡിക്കലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ മെഡിക്കൽ പക്ഷേ നമ്മളെപ്പോഴും ട്രോളുകളിൽ കാണുന്നൊരു കാര്യമാണ്. ഇന്ന് കൈയൊടിഞ്ഞു, 4 മാസം കഴിഞ്ഞാൽ ഡോക്ടറെ കാണാം. ഇന്ന് ക്യാൻസർ വന്നു. പക്ഷേ ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. ഫെബ്രുവരിയിൽ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു. സർജറി നവംബറിലായിരുന്നു. ആൾ ഒക്ടോബറിൽ മരിച്ചുപോയി. സോ സർജറി വാസ് ഇത് ന്യൂസിലൻഡിലൊരു കഥയാണ്. പക്ഷേ ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് മെഡിക്കൽ സിസ്റ്റം എത്രയും പെട്ടെന്ന് ആക്സസിബിൾ ആണോ? ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് നമ്മുടെ അത്രയും ആക്സസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ വെൻ യു കമ്പയർ വിത്ത് യൂറോപ്പ്,
ഫാർ ബെറ്ററാണ്. ഫോർ എക്സാമ്പിൾ ഇന്ന് തന്നെ ഒരു GPA കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് GPAനെ കാണാൻ സാധിക്കും. ഇപ്പോൾ അവിടെ പുതിയതായിട്ട് ഒരു അർജൻറ്റ് ക്ലിനിക് കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും അർജൻറ്റാണ്, പക്ഷേ നമുക്ക് യു ആർ നോട്ട് എലിജിബിൾ ഫോർ നമുക്കൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോകേണ്ട അത്ര എമർജൻസി ഇല്ലെങ്കിലും ഈ അർജൻറ്റ് ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ അന്നേരം തന്നെ GPA കാണാം. മൈനർ സർജറീസും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ പെർഫോം ചെയ്യും. ഇനിയിപ്പം 2025 ട്രെൻഡ്സ് എന്തൊക്കെയാണ് ഓസ്ട്രേലിയയുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്? 2025 ഒരു ചേഞ്ചസും പ്രത്യേകിച്ച് ഓസ്ട്രേലിയ കൊണ്ടുവരുന്നില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നു ഈ ആൻറ്റി മൈഗ്രേഷൻ റാലീസൊക്കെ വന്നപ്പോൾ മൈഗ്രേഷനൊക്കെ കട്ട് ചെയ്യുന്നു. പക്ഷേ ആ മൈഗ്രേഷൻ റാലിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തു. കഴിഞ്ഞ വെരി നെക്സ്റ്റ് ഡേ പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തു ഓസ്ട്രേലിയ നോട്ട് ഗോയിങ് ടു കട്ട് എനി സിംഗിൾ സീറ്റ്സ് ഓൺ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ. സെയിം 1,85,000 സീറ്റ്സ് അവർ അനൗൺസ് ചെയ്തു. അത് കഴിഞ്ഞ വർഷം ഉള്ളതാണ്. അതിനോടൊപ്പം തന്നെ അവർ ഈ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റുകൾ വന്നു കഴിഞ്ഞു. അപ്പം ആദ്യത്തെ റൗണ്ട് ഓൾറെഡി ഒരു മാസം മുമ്പ് കഴിഞ്ഞു. അടുത്ത റൗണ്ട്സ് എല്ലാ 3 മാസം ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമുക്കൊരു ന്യൂസ് കിട്ടിയിരിക്കുന്നത്. സ്റ്റേറ്റുകൾക്ക് ഒരു ഇൻട്രീം കോട്ട, ചെറിയൊരു കോട്ട കൊടുത്തു. അവരുടെ ഫുൾ കോട്ട പോസിബിളി ഇൻ എ മന്ത് ഓർ ടു അവർക്ക് എല്ലാവർക്കും കിട്ടും. സോ ഇറ്റ്സ് സെയിം ലൈക്ക് ലാസ്റ്റ് ഇയർ. വലിയ എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും അനൗൺസ് ചെയ്യാനുണ്ടെങ്കിൽ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദ മോസ്റ്റ് എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അവർ ഒരു ചേഞ്ചസും ഇത് വരുത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം താങ്കൾ MIA മൈഗ്രേഷൻ്റെ അവിടെ നോർത്തേൺ ടെറിട്ടറിയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് താങ്കൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? MIA എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പീക്ക് ബോഡിയാണ്, മൈഗ്രേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓസ്ട്രേലിയ. അതിൻ്റെ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാനാണ് എൻ്റെ സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി. അതൊരു വോളണ്ടറി പൊസിഷനാണ്. അപ്പം ഞങ്ങളുടെ മൈഗ്രേഷനായിട്ടുള്ള ഏജൻസായിട്ട് ലോയേഴ്സ് ആണെങ്കിലും ആ സ്റ്റേറ്റിൻ്റെ ചുമതല എനിക്കാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ അഡ്വൈസറിയേക്കാളും കൂടുതൽ നമ്മുടെ മൈഗ്രേഷൻ പ്രൊഫഷണൽസിനുള്ള സപ്പോർട്ട് സിസ്റ്റമാണ് അത്. അപ്പോൾ ആസ് എ മാറ ഏജൻറ്റ് എനിക്ക് തരാനുള്ള അഡ്വൈസസ് ഓസ്ട്രേലിയൻ ഇമിഗ്രേഷനാണ് നിങ്ങളുടെ സാധ്യതകൾ, ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ വരാം. ആദ്യം പറഞ്ഞ പോലെ ഒന്നെങ്കിൽ സ്റ്റുഡൻ്റായിട്ട് വരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരാൻ പറ്റും. ആദ്യം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ ഒക്കുപ്പേഷൻസ് സ്കിൽഡ് ഒക്കുപ്പേഷൻ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മളെ വിളിച്ച് ചെക്ക് ചെയ്താൽ നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്കതിൻ്റെ എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3-4 വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ 2 വർഷങ്ങൾക്ക് ശേഷമോ നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് നിങ്ങളെവിടെ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം എന്താണോ അതിൻ്റെ അച്ചീവ് ചെയ്യേണ്ടത്. ഇമ്മീഡിയറ്റ്ലി ആർക്കും പോകാൻ സാധിക്കില്ല. പലരും ഇംഗ്ലീഷ് ഇല്ലാതെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ IELTS ഇല്ലാതെ അവിടേക്ക് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ IELTS പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാറുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് നമുക്ക് ജനറലി പറയാറുള്ള കോൺടാക്റ്റസ്. നമ്മൾ പറയും എലിജിബിൾ ആണോ എന്നുള്ളത്. ഇന്ന് നമ്മളെ കണ്ടെന്ന് വെച്ചിട്ട് നാളെ പോകാൻ പറ്റില്ല. ഇറ്റ് മേ ടേക്ക് ഇയേഴ്സ്, 2-3 വർഷങ്ങളൊക്കെ എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങളെ നമുക്ക് ബിൽഡ് ചെയ്ത് തരാൻ പറ്റും. സ്റ്റുഡൻ്റായിട്ട് പോവുകയാണോ, ഇവിടെ നിന്ന് സ്കില്ല് അക്വയർ ആയിട്ട് അവരുടെ ലിസ്റ്റിൽ കയറി പോവുകയാണോ PR കിട്ടാനായിട്ട് എളുപ്പം? രണ്ടിനും ഒരേപോലെ സാധ്യതകളാണ് ഉള്ളത്. സോ സ്കില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓസ്ട്രേലിയക്ക് ഡിമാൻഡിങ് ഉള്ളതാണെങ്കിൽ ഇപ്പം ഞാൻ പോയതുപോലെ ഇവിടെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വിസ അപ്ലൈ ചെയ്ത് പോകാൻ സാധിക്കും. സ്റ്റുഡൻ്റ് ആണെങ്കിലും അവിടെ വന്ന് പഠിച്ച ശേഷം അതാത് ഏരിയയിൽ ജോലി കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ അതാത് നമ്മൾ പറയുന്ന സ്റ്റേറ്റുകളിലോ PR സപ്പോർട്ട് ചെയ്യുന്ന ടെറിട്ടറിയിലോ പഠിക്കുവാണെങ്കിൽ അതും PRലേക്ക് പോകാൻ സാധിക്കും. ഞങ്ങൾ ഏറ്റവും അടുത്ത് ഓസ്ട്രേലിയ എന്ന് ഏറ്റവും കൂടുതൽ പത്രത്തിൽ കണ്ടത് നവ്യ നായർ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ്. അത് എന്താ ശരിക്കും ബയോസെക്യൂരിറ്റിയുടെ ഇതുകൊണ്ടാണോ, ലൈക്ക് ഓസ്ട്രേലിയ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇതാണോ? നമ്മുടെ ഒന്നും വിത്തുകൾ അങ്ങനെ ഒന്നും നമ്മുടെ ഒന്നും അവിടെ കൊണ്ട് കൃഷി ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഓസ്ട്രേലിയ ക്ലൈമറ്റ് എൻവയോൺമെൻറ്റ് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ വെളിയിൽ നിന്നൊന്നും അവിടേക്ക് എത്താൻ അവർ യാതൊരു കാരണവശാലും അവർ സമ്മതിക്കില്ല. കാരണം നമ്മൾക്ക് കാർഷികമായിട്ട് വളരെയധികം വിപണിയുള്ളൊരു രാജ്യമാണ്. ഇപ്പം നമ്മൾ ബാലിയിലൊക്കെ പോയിട്ട് തിരിച്ച് കയറുമ്പോൾ നമ്മളൊരു പരവതാനിയിലൂടെ നടക്കും. അത് മൊത്തം സാനിറ്റൈസ് ചെയ്തേക്കുന്ന ഒരു പരവതാനിയാണ്. കാരണം ഇന്തോനേഷ്യയിൽ കുളമ്പ് രോഗമുണ്ട്. ഇന്ത്യയിലും പലപ്പോഴും ഉള്ള സാധനം. ഈ കുളമ്പ് രോഗം നമ്മുടെ ചെരുപ്പിലോ ഫാമിലോ പോയോ അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് വിട്ടിട്ട് ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് എത്താതിരിക്കാനാണ്. കാരണം ഓസ്ട്രേലിയൻ ബീഫാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു ബീഫ്. അപ്പോൾ ആ കുളമ്പ് രോഗം ഓസ്ട്രേലിയൻ കാലികൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രി തകരും. അതുപോലാണ് ഈ മുന്തിരിയിലുള്ള ചില തരം ഇൻഫെക്റ്റഡ് വരാൻ സാധ്യതയുള്ള ചില ഫംഗസസുകൾ. ഇത് പ്രകാരം ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയുടെ വിനിയാർഡ്സ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ വൈൻസ് ഉണ്ടാക്കുന്നത് നമ്മളാണ്. അത് മൊത്തം നശിച്ചു പോകും. അപ്പോൾ ഇതുപോലെ മുല്ലപ്പൂവിൽ വരുമ്പോഴും മുല്ലപ്പൂവിലും നമ്മൾ സുഗന്ധം മാത്രമായിരിക്കത്തില്ല, അത് പലപ്പോഴും പല രീതിയിലുള്ള അണുക്കളെയോ അതുമായിട്ട് ഫംഗസിനെയോ അവിടെ ഓസ്ട്രേലിയക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഫ്രൂട്ട്സും ഒരു തരത്തിലുള്ള
ജീവനുള്ള കാര്യങ്ങളോ ഇൻക്ലൂഡിങ് ഫ്ലവേഴ്സ് ഒന്നും ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. ഇനി പ്രത്യേകിച്ച് പേരൻസൊക്കെ വിസിറ്റിംഗ് വിസയിൽ വരുവാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന അവിടെ വെച്ച് എയർപോർട്ടിൽ വെച്ച് തന്നെ അവരുടെ വിസ ക്യാൻസലാക്കി തിരിച്ചു വിടാനുള്ള ഒരു സ്പെഷ്യൽ പവറോടുകൂടെ ഒരു 3 വർഷം മുമ്പ് അവിടുത്തെ ആൾക്കാർക്ക് അവിടെ നിൽക്കുന്ന ബോർഡർ പ്രൊട്ടക്ഷന് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം പലരുടെയും വിസ റദ്ദാക്കി തിരിച്ച് വിടാറുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു അഡ്വൈസ് ഉള്ളത്, നിങ്ങൾ എന്താണോ കൊണ്ടുവരുന്നത് നിങ്ങളത് ക്രോസ് ചെക്ക് ചെയ്തിരിക്കണം, എന്ത് കൊണ്ടുവരാൻ പാടുണ്ട്, എന്ത് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത്. ഇനി ഓസ്ട്രേലിയയുമായി റിലേറ്റഡ് ആയിട്ടുള്ള റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന 1-2 സ്കാമും കൂടി പറയണം. കാരണം ഈ കാണുന്നവർ ഒരുപാട് പേര് ഇത് ആഗ്രഹിക്കുന്നവർ ഈ ഏജൻസി അല്ലെങ്കിൽ മറ്റ് ഏജൻസി എന്ന് കരുതുന്നവരായിരിക്കും. ഏറ്റവും വലിയ ഇപ്പോഴത്തെ തട്ടിപ്പ് ഏജ്ഡ് കെയറേഴ്സിനെ കൊണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ്. അത് 2-3 വർഷമായിട്ട് തുടങ്ങിയതാണ്. ഈ കെയറർ വിസ ഓസ്ട്രേലിയ ഓപ്പൺ ആക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ UK കാണുന്ന പോലെ വലിയൊരു തരത്തിലുള്ള ഒരു അളവിലുള്ള കെയറേഴ്സിനെ ഓസ്ട്രേലിയക്ക് ആവശ്യമില്ല, നമ്പേഴ്സ് ആവശ്യമില്ല. ഈ ഓസ്ട്രേലിയക്ക് കെയർ വിസ എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്നതാണ്. എംപ്ലോയർ ഉണ്ടെങ്കിൽ മാത്രമാണ് കെയർ വിസയ്ക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു എംപ്ലോയറിനെ കൊടുക്കാമെന്ന് പറഞ്ഞ് GCC മുതൽ ഈ കൊച്ചി മുതൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും 4, 5, 6 ലക്ഷം രൂപ മേടിച്ച് വെച്ചിട്ട് വർഷങ്ങളായിട്ട് പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ ഒത്തിരിയായിട്ട് ഇത്തരം വിസകൾ ചെയ്യുന്ന ആൾക്കാരാണ് എംപ്ലോയർ സ്പോൺസർഷിപ്പ് വിസ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ അറിവിൽ 2-3 ആൾക്കാരാണ് ഇതുവരെയെങ്കിലും കേരളത്തിൽ നിന്ന് ജെനുവിനായിട്ട് ഒരു ഏജ്ഡ് കെയർ വിസയിലോ അല്ലെങ്കിൽ കെയറർ വിസയിലോ അവിടെ എത്തിയേക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിസകൾ പൊതുവായിട്ട് എങ്ങും അവൈലബിൾ അല്ല ഓസ്ട്രേലിയയിൽ. ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും അത്തരത്തിൽ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള എംപ്ലോയറിൻ്റെ ഒരു നമ്പർ ഇങ്ങ് മേടിക്കുക, അത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു 10-15 രൂപത്തിൽ ഓസ്ട്രേലിയക്ക് വിളിക്കാൻ അവരെ ഡയറക്റ്റിൽ വിളിച്ച് അവർ പറയും ഇങ്ങനെ ഒരാളെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടോ. ഇനി അവരെ വിളിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ലാംഗ്വേജ് കൊള്ളത്തില്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തുള്ള ആരെങ്കിലുമൊക്കെ ഓസ്ട്രേലിയ കാണും, അവരോട് പറഞ്ഞാൽ അവരെ വിളിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരും അവർ ഇത്തരത്തിലുള്ള വിസ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് തന്നെ അവരുടെ കയ്യിൽ നിന്ന് കാശ് പോയി ഏറ്റവും പറ്റിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഇവർ നമ്മുടെ അടുത്ത് വന്ന് പറയുക. അപ്പോൾ ഞാനിതൊക്കെ ജോലി ചെയ്യുന്നുണ്ടെന്ന് അവർക്കറിയാം, ഇത്ര ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും. പക്ഷേ നമ്മളവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ അവസാന നിമിഷമാണ് അവർ നമ്മളോട് പറയാറുള്ളത്. രണ്ടാമതുള്ളതാണ് ഫാമിലേക്ക് വെയർ ഹൗസ് ഫാമിലേക്ക് ഓസ്ട്രേലിയക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ മേടിക്കുന്നത്. അങ്ങനെ ഒരു ഒക്കുപേഷൻ ലിസ്റ്റിൽ തന്നെ വെയർ ഹൗസോ ഫാം ഹൗസോ അവിടേക്കുള്ള ജോലികളൊന്നും ഇന്ത്യൻ പാസ്പോർട്ടിന് എലിജിബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പിന്നെ ന്യൂസിലൻഡ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് അറിയാം, നമ്മുടെ ഒരു ചുറ്റുമുള്ള തോങ്ക, ഫിജി മുതലുള്ള ഐലൻഡ് കൺട്രികളുണ്ട്. ആ ഐലൻഡ് കൺട്രികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വിസ സ്കീമാണ് സീസണൽ വിസ പ്രോഗ്രാം. അപ്പോൾ അവരുടെ അഗ്രികൾച്ചർ ലാൻഡിലേക്കൊക്കെ സീസണലായിട്ട് മാങ്ങ, ഈ പറഞ്ഞ ആപ്പിൾസ്, ഇതുങ്ങളുടെ ഫാമിലെ ജോലിക്ക് വേണ്ടി മാത്രം കൊണ്ടുവരുന്നൊരു വിസയാണ്. അത് ഇന്ത്യക്കാർ എലിജിബിളാണെന്ന് പറഞ്ഞിട്ട് ഇവരെ വളരെയധികം പറ്റിക്കപ്പെടാറുണ്ട്. മൂന്നാമത്തെ വിസയാണ് ഈ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് അവിടെ ജോലി തരാമെന്ന് പറഞ്ഞ ഒരു വലിയൊരു ഏജൻസി കേരളത്തിൽ തന്നെ ഉണ്ട്. അവർ തിരുവനന്തപുരം ബേസ്ഡാണ്, ഇപ്പോഴും ഉണ്ട്. അപ്പം അവർ പല രീതിയിലും ആൾക്കാർ അവിടെ എത്തിച്ചിട്ട് ആദ്യം പറഞ്ഞ പോലെ ഈ അസൈലം വിസയിലേക്ക് കൊണ്ടുവരും. ഈ അസൈലം വിസയാണ് ഇപ്പോൾ ആ യൂറോപ്പിലെല്ലാം പ്രശ്നങ്ങളായിരിക്കുന്നത്. ഇനി മെഡിക്കൽ ചെക്കപ്പ്, ഈ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ്സ് എങ്ങനെയാണ്? അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഓരോ ഇതാണല്ലോ, ഇൻഡിക്കേഷൻ ആണല്ലോ ഇന്ന സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ മെഡിക്കൽ ചെക്കപ്പ്സ് എവിടെയാണ്? ആരെങ്കിലും ഡൽഹിയിലാണ് മെഡിക്കൽ എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ വിചാരിച്ചോണം തട്ടിപ്പാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഈസി ആയിട്ട് ഇവർ പറ്റിക്കപ്പെടുന്നത്. ഡൽഹി വരെ പാവങ്ങളെ പൈസ കൊടുത്ത് വിടുകയും ഏതെങ്കിലും ഒരു ചെറിയ ലാബിൽ അവരത് സെറ്റ് ചെയ്യുകയും ചെയ്യും. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവിടെ പാനൽ ഫിസിഷ്യൻസ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഇത്രയും നാൾ കിംസ് മാത്രമാണ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്ത്. ഇപ്പോൾ റീസെൻ്റായിട്ട് കൊച്ചിയിലും കോഴിക്കോടും ഓരോ സെൻറ്റേഴ്സ് വെച്ച് ഓപ്പൺ ആക്കി. ഇപ്പോൾ കോഴിക്കോടും കൊച്ചിയിലും തിരുവനന്തപുരത്തും മാത്രമാണ് കേരളത്തിൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അംഗീകരിച്ച മെഡിക്കലുള്ളൂ. അങ്ങനെ ചുമ്മാ പോയാലും ഒരു മെഡിക്കൽ എടുക്കത്തില്ല. ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്ത ഒരു ഹാപ്പ് ID എന്ന് പറഞ്ഞൊരു ID നിങ്ങൾക്ക് കിട്ടണം. അത് കൊണ്ടുപോയാൽ മാത്രമാണ് അവർ വിസ എടുക്കാനും ഈ മെഡിക്കൽ എടുക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഹാപ്പ് ID തരാതെ ഏജൻറ്റ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ പോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഹാപ്പ് IDയോട് കൂടെ ഇത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ എടുക്കാൻ സാധിക്കും, നിങ്ങളുടെ മെഡിക്കൽ എടുക്കാൻ സാധിക്കും. ഇപ്പം അസറ്റിന് അവിടെ എത്ര ഓഫീസസാണ് ഓസ്ട്രേലിയയിൽ ഉള്ളത്? ഓസ്ട്രേലിയയിൽ നമ്മൾ 4 ടൗൺസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെയിൻ ഓഫീസ് ബ്രിസ്ബെയിൻ, പെർത്ത്, മെൽബൺ ആൻഡ് ഡാർവിൻ. അവിടെ 4ഇടത്തും നമ്മുടെ മാർ ഏജൻസിൻ്റെ സർവീസസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ അവിടെ മാത്രമല്ല നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ആൾക്കാരെ കൊണ്ടുവന്നത്. അപ്പോൾ അതിലൊരു 7% അങ്ങനെ അതല്ലാത്ത പുറത്തുനിന്നാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ GCC എന്നൊക്കെ വന്നു കഴിയുന്ന സമയത്ത് അവരുടെ ഡിമാൻഡ് എങ്ങനെയാണ്? അവരെന്താണ് ആഗ്രഹിക്കുന്നത്? PR, ജോലി, എങ്ങനെയാണ് അവരുടെ ഒരു ആഗ്രഹം? സോ GCC പർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ട്രെൻഡുണ്ട്. അവർക്ക് ജോലിയോട് കൂടെ
വരണം, അല്ലെങ്കിൽ വർക്ക് വിസയാണ് അവർ മെയിനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ GCCയിലൊക്കെ ആൾക്കാർ പോയത് ജോലിയോട് കൂടെ പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ. ഇതൊരു വെസ്റ്റേൺ കൺട്രിയിൽ അവിടുത്തെ അമേരിക്ക ആണെങ്കിൽ ഗ്രീൻ കാർഡ്, ഓസ്ട്രേലിയ ആണെങ്കിൽ അതിൻ്റെ PR, അങ്ങനെ PR കൂടെ വന്ന ശേഷമാണ് അവർക്ക് ജോലി കിട്ടുക. PR ഇല്ലാതെ തന്നെ ഓസ്ട്രേലിയയിലെ പല ജോലികളും നിങ്ങൾക്ക് കിട്ടില്ല, നല്ല ജോലികൾ. അപ്പോൾ PR ഉണ്ടെങ്കിൽ, അപ്പോൾ PR കൂടെ വന്നിട്ട് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അവർക്ക് ജോലി സാധ്യത ഉണ്ടാവുക. അല്ലാതെ ജോലിയോട് കൂടെ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ വിരളമായി നടക്കുന്ന കാര്യമാണ്. അവർ അത്ര സ്കിൽഡ് ആണെങ്കിൽ എംപ്ലോയർ അവരെ സ്പോൺസർ ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. കോവിഡ് സമയത്ത് നമ്മൾ നടന്ന റിക്രൂട്ട്മെൻറ്റിലും അങ്ങനെ ഒട്ടനവധി ആൾക്കാർ കയറി വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് ടൈപ്പ് ഓഫ് വിസയാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരും ഇങ്ങനെയാണോ, PR ആണോ അവർ എയിം ചെയ്യുന്നത്, അതോ ഒക്കുപേഷൻസ്? സോ കേരളത്തിൽ നിന്ന് എല്ലാവരും ഡയറക്റ്റ് PR-നാണ് പ്രിഫർ ചെയ്യുക പൊതുവേ. അപ്പോൾ നമുക്ക് വിവിധങ്ങളായ ഒക്കുപേഷൻസ് കേരളത്തിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടാറുണ്ട്. അതിൽ മെയിനായിട്ട് ഈ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ വന്നത് നഴ്സസാണ് ഓഫ് കോഴ്സ്. കാരണം നമ്മുടെ നഴ്സിംഗ് പോപ്പുലേഷൻസ് UK-യിലും അയർലൻഡിലും പിന്നെ ന്യൂസിലൻഡിലും വന്ന ക്യാപ്പ് കഴിഞ്ഞിട്ടും അവർക്ക് വളരെയധികം ഇൻവിറ്റേഷൻ വന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ സോഷ്യൽ വർക്കേഴ്സാണ് അടുത്ത എടുത്ത് പറയേണ്ട കാര്യം. കാരണം വളരെയധികം സോഷ്യൽ വർക്കേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നാടാണ് കേരളം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 1.5 വർഷത്തോളം സോഷ്യൽ വർക്കേഴ്സിൻ്റെ നമ്പർ ഓഫ് ഇൻവിറ്റേഷൻസ് റിയലി ഹൈ ആയിരുന്നു. അതുപോലെ തന്നെ ഓഡിയോളജിസ്റ്റ്, എൻ്റെ കസിൻ ഉൾപ്പെടെ ഓഡിയോളജിസ്റ്റ് അവിടേക്ക് വന്നു. ഓഡിയോളജിസ്റ്റ്, സ്പീച്ച് പതോളജിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, അങ്ങനെയുള്ള അലൈഡ് ഹെൽത്തിൽ വളരെയധികം ഇൻവിറ്റേഷൻസ് നടന്നു. പിന്നെ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞ പോലെ അലൈഡായിട്ട് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷനിലുള്ള ആൾക്കാർക്കും ഇൻവിറ്റേഷൻസ് വന്നു. പിന്നെ ഹൈ പോയിൻറ്റ്സ് ഉള്ള IT ഗ്രാജുവേറ്റ്സ്, എൻജിനീയേഴ്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ICT സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, അങ്ങനെയുള്ള ഒക്കുപേഷൻസും വളരെയധികമായിട്ട് ഇൻവിറ്റേഷൻസ് വന്നു. ഇപ്പം ഈ തട്ടിപ്പ് ഏജൻസീസിൽ പോകുമ്പോഴാണല്ലോ നമ്മുടെ പൈസ പോകുന്നത്, ധനനഷ്ടം, മാനഹാനി എല്ലാം ഇങ്ങനെ പുറകെ വരുമല്ലോ. അപ്പം നിങ്ങളിപ്പോൾ അസറ്റിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സോ ഓസ്ട്രേലിയയിലാണെങ്കിൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ്സ് ബുക്ക് ചെയ്യണം. അത് ഓൺലൈനിൽ അവൈലബിൾ ആണ്, ഞങ്ങളുടെ എല്ലാ ഓഫീസസിനും അവൈലബിൾ ആണ്. ഒരു പെയ്ഡ് അപ്പോയിൻമെൻ്റ് ആണ്. പക്ഷേ ഇന്ത്യയിലോ നമുക്ക് ദുബായിൽ ഓഫീസുണ്ട്, കാനഡിയൻ ഓഫീസസ് ഉണ്ട്, സാംബിയ, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടുത്തെ ലോക്കൽ ഓഫീസ് കോൺടാക്റ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഫ്രീ എലിജിബിലിറ്റി അസസ്മെൻറ്റ് നൽകുകയും നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങളുടെ ഫയൽ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം മാരയുടെ ഇൻവോൾവ്മെൻറ്റും അതിലുണ്ടാവും. ഒരാൾ ഇപ്പോൾ രജിസ്റ്റേർഡ് ആണല്ലോ നിങ്ങൾ, അപ്പോൾ ഞാനൊരു ഏജൻസി കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കാം. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ഈ ഏജൻസി ജെനുവിൻ ആണോ എന്നറിയാൻ? എൻ്റെ പൈസ പോവോ ഇല്ലയോ, ഇത് തട്ടിപ്പാണോ, ഇത് അറിയാനായിട്ടുള്ള ഒരു 3-4 വഴികൾ എന്തൊക്കെയാണ്? ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ഒമാര എന്നാണ്, ഓഫീസ് ഓഫ് മൈഗ്രേഷൻ ഏജൻറ് റെഗുലേഷൻ അതോറിറ്റി, അതിൽ പോയിട്ട് രജിസ്റ്റേർഡ് ഏജൻസിൻ്റെ ഡീറ്റെയിൽസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലിങ്ക് വേണമെങ്കിൽ തരാം. അതിൽ നിങ്ങൾക്ക് നമ്മുടെ പേരടിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥലം അടിക്കാം. ഇപ്പോൾ കൊച്ചി അല്ലെങ്കിൽ കേരള, ഇന്ത്യ എന്തടിച്ചാലും ആ ജുഡിക്ഷനിലുള്ള എല്ലാ രജിസ്റ്റേർഡ് ഏജൻസിൻ്റെ ഡീറ്റെയിൽസ് അതിൽ വരും. ഇപ്പോൾ കൊച്ചിയിൽ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു 4 പേരോ 5 പേരോ മാക്സിമം വരുന്നുണ്ട്. ഈ 5 പേരും ഓസ്ട്രേലിയയുടെ രജിസ്റ്റേർഡ് ആണ്. ഈ 5 പേരും ഓസ്ട്രേലിയയുടെ ഇതിൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഏജൻസ് ആണ്. സോ അവരെ ആരെ ചൂസ് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, അതായിരുന്നു ഞാൻ അടുത്തായിട്ട് ചോദിക്കാൻ വന്നത്. ഇപ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകൾ, അതിപ്പോൾ A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C, പക്ഷേ ശരിക്കും ഈ Aയും Bയും Cയും ഒരേപോലെ ആയിരിക്കുമോ സർവീസ് കൊടുക്കുക? ഇല്ല, തീർച്ചയായിട്ടും. അതിന് നമുക്ക് ഓസ്ട്രേലിയയെ തന്നെ വിളിച്ച് ചോദിക്കുമായിരിക്കും എപ്പോഴും നല്ലത്. ഓസ്ട്രേലിയയിൽ ഇതിനുള്ളിൽ ഏറ്റവും നല്ല പേരുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരോട് വിളിച്ചു ചോദിച്ചാൽ അവർ തന്നെ പറയും അവിടെ റെപ്യൂട്ടഡ് ആരാണെന്നുള്ളത്. അപ്പം അതായിരിക്കും ഒന്നാമത്തെ കാര്യം. പിന്നീട് പലരും പല രീതിയിലുള്ള പ്രൊഫഷണൽസ് ഉണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു സോഷ്യൽ വർക്കറാണ്. അപ്പം ASSWO അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൻ്റെ അസസ്മെൻറ്റോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കും അലൈഡ് ഹെൽത്തുമായിട്ടുള്ള എല്ലാം എൻ്റെ ഏരിയ സ്പെഷ്യാലിറ്റിയാണ്. എൻ്റെ കൂടെ 7-8 പേരുണ്ടെന്ന് പറഞ്ഞാൽ അവരെല്ലാം പല വിവിധങ്ങളായ ജോലിയിൽ എക്സ്പീരിയൻസ്ഡ് ഉള്ളവരാണ്. അപ്പോൾ ചില ആൾക്കാർ നഴ്സസാണ്, ചില ആൾക്കാർ സ്പെഷ്യലൈസ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ആണ്. അങ്ങനെ അവരുടേതായ പ്രൊഫഷണൽ എക്സ്പേർട്സ് ആണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ന ഓക്കുപേഷൻ ആണെങ്കിൽ ഇന്ന ആളുടെ അടുത്ത് പോവുക, ഇന്ന ഓക്കുപേഷൻ ആണെങ്കിൽ ഇന്ന ആളാണ് സ്പെഷ്യലൈസേഷൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പോൾ പരസ്യ ബോർഡുകളിൽ ഇഷ്ടം പോലെ ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലും നമ്മൾ വിദേശത്തേക്ക് കയറ്റിവിടുന്ന ബോർഡുകളാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അങ്ങനത്തെ രാജ്യങ്ങൾ ഒത്തിരി കാണുന്നുണ്ട്. ഓസ്ട്രേലിയ പോപ്പുലർ ആയതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ 5 രജിസ്റ്റേർഡ് ആളുകളിലല്ല. അപ്പോൾ അവരെന്ത് ബേസിസിലാണ് അവരിതിങ്ങനെ ചെയ്യുന്നത്? അവരുടെ അടുത്ത് പോയി നമ്മൾ അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉത്തരങ്ങൾ അവിടെ ഉണ്ടെന്നോ അത്തരം പ്രോസസ്സ് അവർക്ക് അറിയാമോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ 4-5 രജിസ്റ്റേർഡ് ഏജൻസ് ഉള്ളത് അവർ അപ് ടു ഡേറ്റ് ആണ്.
ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഓസ്ട്രേലിയ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹമുള്ള പോപ്പുലേഷൻ അതിൽ എന്തും അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പം പറ്റിക്കപ്പെടാനിരിക്കുന്നവർക്ക് അവരുടെ ഇടയിലേക്ക് എത്താം, പരസ്യം കണ്ട് ചെന്ന് അവരുടെ തട്ടിപ്പിൽ പെടാം. പക്ഷേ നിങ്ങളൊരു കൃത്യമായ റിസർച്ചോടുകൂടെ വരികയും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അംഗീകരിച്ച അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ലോ ഫേം വഴി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾക്ക് കൃത്യമായി എത്തുകയും ചെയ്യും. ഇനി ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാത്ത ഇതാണ്, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് PR കിട്ടും, PR കിട്ടിയാൽ നമുക്ക് ജോലി കിട്ടും, പിന്നെ നമുക്ക് ജോലി ഇല്ലെങ്കിലും അവിടെ PR ഉള്ളത് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ കഴിയാം. ഇങ്ങനെ പൈസ ഉള്ളത് കൊണ്ട് PR കിട്ടുന്ന സിസ്റ്റം ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചൈനയിൽ നിന്ന് എല്ലാവരും, അവിടുത്തെ സമ്പന്നരെല്ലാവരും തന്നെ ഓസ്ട്രേലിയയിൽ എത്തിയാണ്. അവരുടെ അങ്ങനെ ഒരു പ്രോസസ്സ് തന്നെ ഓസ്ട്രേലിയക്കില്ല. പൈസയും കൊണ്ട് ഓസ്ട്രേലിയക്ക് ഒരു കേസും നിങ്ങൾക്ക് നടക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ പൈസ ഇല്ലെങ്കിലും നിങ്ങൾക്ക് വിസ കിട്ടും. അതാണ് എൻ്റെ അഭിപ്രായം. സ്കിൽഡ് ഉണ്ടാവണം, സ്കിൽഡ് എക്സ്പീരിയൻസ് ഉണ്ടാവണം, നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാവണം, ഓസ്ട്രേലിയ വിസ തന്നിരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. കാരണം ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ഹോട്ട് ഡെസ്റ്റിനേഷനായിട്ട്, അങ്ങനത്തെ ഒരു ഹോട്ട്സ്പോട്ട് പോലെ കാണുന്നൊരു സ്ഥലമാണ്. ഒരുപാട് സ്കാമുകൾ നടക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞു 4 അല്ലെങ്കിൽ 5 രജിസ്റ്റേർഡ് ആളുകളെ കാണാമെന്ന്. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ, ഇമിഗ്രേഷൻ, സ്റ്റുഡൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു 10 ഏജൻസിയെങ്കിലും ഞാൻ പരസ്യം വായിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ ഇത്രയും ആകെ രജിസ്റ്റേർഡ് ഉള്ളൂ എന്നറിയുന്നത് അത് ശരിക്കും ഒരു അറിവാണ്, ഒരു പുതിയൊരു അറിവാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം, മാത്യൂസ്. താങ്ക് യു.